ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു സ്ക്രഞ്ചീസിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, തുടക്കക്കാർ ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്തത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ എഡിറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്തത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ക്രഞ്ചീസ് മാത്രം സെയിൽ ചെയ്തിട്ട് ഏർണിങ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രൊഡക്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സാറ്റിൻ മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ സ്ക്രഞ്ചീസ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് സാറ്റിൻ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അതുകൂടാതെ നമുക്ക് കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടും അതേപോലെ ഓർഗൻസ് ഒക്കെ വെച്ചിട്ട് സ്ക്രഞ്ചീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലും നന്നായിരിക്കും ഈ ഒരു സാറ്റിൻ മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ രണ്ടറ്റങ്ങളും ഇതേപോലെ പിടിച്ചിട്ട് ഈ ഒരു പീസിൻ്റെ റോങ് സൈഡിലായിട്ട് നീളത്തിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഇതേപോലെ കറക്റ്റാക്കി വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ രണ്ട് അറ്റങ്ങളും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിന് ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പീസ് താഴെ വെച്ചിട്ട് ഇതേപോലെ മുകളിലത്തെ ആ ഒരു പീസിനെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ആദ്യം. എന്നിട്ട് ഈ ഒരു താഴത്തെ പീസിനെ കറക്റ്റ് ഇതേപോലെ നിവർത്തി വെച്ച് കൊടുക്കുക. രണ്ട് ഭാഗവും ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ആ ഒരു വരല്ലേ, ആ ഒരു സ്റ്റിച്ച് ചെയ്തപ്പോഴുള്ള ഒരു ലൈൻ അത് കറക്റ്റ് ആക്കിയിട്ട് ഇതേപോലെ ഒപ്പം വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് തുടങ്ങാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കണ്ടില്ലേ, അവിടെ തൊട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ഞാൻ ഉള്ളി പിടിച്ചിട്ടുള്ള ഒരു ഭാഗമില്ലേ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാതെ കുറച്ച് ഫ്രണ്ടിൽ നിന്ന് ആ ഒരു പോയിന്റ് കാണില്ല, അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റിലൊരു ഫോൾഡ് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു പീസ് അതുപോലെ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു പീസിലും കൂടെ ഇതേപോലെ സ്റ്റിച്ച് കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഫുൾ അഴിക്കേണ്ടതായിട്ട് വരും കേട്ടോ. മാത്രമല്ല നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് കയറ്റിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോൾഡ് ചെയ്ത പീസിൽ അതിന് ഇതേപോലെ ഒന്ന് താഴത്തേക്കൊന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെയും സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടായിരിക്കും കേട്ടോ. ഇതേപോലെ കണ്ടില്ലേ, ഒന്ന് വലിച്ചു കൊടുക്കുക താഴേക്ക്, എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റ് കാണില്ലേ, അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു ലാസ്റ്റിലുള്ളൊരു സ്റ്റിച്ച് നമ്മൾ എൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ ലോക്ക് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു പീസിനെ മറിച്ചിട്ട് കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൂ, വലിയ. അപ്പോൾ കുറേ ഗ്യാപ്പ് ഇടുകയാണെങ്കിൽ നമ്മൾ അത്രയും ഭാഗം സൂചിയും നൂലും വെച്ചിട്ട് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ വീതി കുറഞ്ഞിട്ടുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ഇലാസ്റ്റിക്കിനെ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ കയറ്റിയിട്ട് ഇതിൽ കൂടെയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 18 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു സ്റ്റിക്കിൻ്റെ അറ്റത്ത് ഇലാസ്റ്റിക് കെട്ടി വെച്ചിട്ടാണ് കേട്ടോ അതുപോലെ പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് കയറ്റിയെടുക്കാം. അപ്പോൾ ഇത് വീതി കുറഞ്ഞിട്ടുള്ള ഇലാസ്റ്റിക് ആയത് കാരണം ഞാനവിടെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടറ്റങ്ങളും ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. മെഷീൻ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും, അല്ലെങ്കിൽ കൈയും സൂചി നൂലും വെച്ചിട്ട് കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യം ടൈറ്റിൽ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിനേക്കാളും വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളത് സ്റ്റിച്ച് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ അത് കെട്ടിക്കൊടുക്കാൻ നിൽക്കരുത്. വീതിയുള്ള ഇലാസ്റ്റിക് നമ്മൾ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീതിയുള്ള ഇലാസ്റ്റിക് എടുക്കുകയാണെങ്കിൽ മെഷീൻ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ടാണ് കെട്ടി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ നല്ലതുപോലെ ടൈറ്റിൽ കെട്ടണം, അല്ലെങ്കിൽ ആ ഒരു കെട്ട് അഴിഞ്ഞു പോരും കേട്ടോ. ഇനി ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ ആ ഇട്ടിട്ടുള്ള ഗ്യാപ്പ്, അതിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു പീസിനെ മറിച്ചെടുക്കാനായിട്ട് പോണത്. അപ്പോൾ ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ഒന്ന് ഒന്ന് മറിച്ചെടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലോക്ക് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ. അപ്പോൾ ലോക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് മറിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റിച്ച് പൊട്ടി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ പതുക്കെ മറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു ഗ്യാപ്പില്ലേ, ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ സൂചി നൂലും വെച്ചിട്ട് തുന്നി കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു ഗ്യാപ്പായത് കാരണം നമുക്ക് കുറച്ച് ഭാഗമേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ സൂചി നൂലും എടുത്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു മെറ്റീരിയലിൻ്റെ സെയിം കളർ എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഒരു വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നൂലിൻ്റെ അറ്റം കെട്ടിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം.
അപ്പോൾ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ ഉള്ളിലായിട്ടാണ് ഈ ഒരു സൂചി കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു കെട്ട് കറക്റ്റ് ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്കായിട്ട് പോയിക്കോളൂ കേട്ടോ, അത് പുറത്തേക്ക് കാണില്ല. ഇതേപോലെ നമ്മൾ ഒരു പ്രാവശ്യം സൂചി കയറ്റിയെടുത്തു. ഇനി നമ്മൾ ഇതേപോലെ തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ലൈനില്ലേ, ആ ഒരു ലൈനിലായിട്ടല്ല നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത്, അതിൻ്റെ ഉള്ളിലായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റിച്ച് നമ്മൾ റൈറ്റ് സൈഡിൽ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റിലായിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫുള്ള് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ കുറച്ചേ സ്റ്റിച്ച് കൊടുക്കാനായിട്ടുള്ളൂ കേട്ടോ, ചെറിയൊരു ഗ്യാപ്പല്ലേ. അപ്പോൾ ഇതേപോലെ ഉള്ളിലേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു സ്റ്റിച്ച് പുറത്തേക്ക് കാണില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു മെറ്റീരിയലിൻ്റെ സെയിം കളർ എടുക്കുക, അല്ലെങ്കിൽ ലൈറ്റ് കളറാണ് എടുക്കുന്നതെങ്കിൽ വൈറ്റ് ആയാലും എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളതിനെ കെട്ടിട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ അറ്റത്തായിട്ട് ഇതേപോലെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. 2 പ്രാവശ്യം കെട്ടി കൊടുക്കുന്നുണ്ട് ഇതേപോലെ. ഇന്ന് നമ്മൾ ആ ഒരു കെട്ടിട്ടതിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയായിട്ട് ഇതുപോലെ സൂചി ഒന്ന് കയറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ കയറ്റിയിട്ട് ഇതേപോലെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ആ ഒരു നൂലിനൊന്ന് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു നൂലിൻ്റെ അറ്റം ആ ഒരു മെറ്റീരിയൽ ഇതേപോലെ വലിച്ചു കൊടുത്താൽ ആ ഒരു അറ്റം ഇതേപോലെ ഉള്ളിലേക്ക് പോയിക്കോളും. അപ്പോൾ ആ ഒരു നൂലിൻ്റെ അറ്റം പുറത്തേക്ക് കാണില്ല കേട്ടോ. പിന്നെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൊന്നും പുറത്തേക്ക് അങ്ങനെ കാണുന്നില്ല. പിന്നെ നല്ലതുപോലെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ആ ഒരു കെട്ട് കാണുന്നുണ്ട് കേട്ടോ, അതങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുകയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്ക്രഞ്ചീസിൻ്റെ മേക്കിംഗ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടിന് താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കളേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിങ്ക് കളർ ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള സാറ്റിൻ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത് കാണിച്ചിട്ടുള്ള ഒരു ബ്ലൂ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു സാറ്റിൻ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് വേറൊരു മെറ്റീരിയലാണ് കേട്ടോ, ഈ ഒരു പിസ്ത ഗ്രീൻ കാണുന്നത്. അപ്പോൾ ഇത്രയും കളേഴ്സിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിങ്ക് തന്നെ കുറേ പീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്രഞ്ചീസ് നമുക്ക് സാറ്റിൻ മെറ്റീരിയൽ വെച്ചിട്ട് മാത്രമല്ല ചെയ്യാൻ പറ്റുക കേട്ടോ, കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടും ചെയ്യാം, ഓർഗൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അധികം കസ്റ്റമേഴ്സും വാങ്ങുന്നത് ഈ ഒരു സാറ്റിൻ മെറ്റീരിയലാണ് കേട്ടോ. അധികം സെയിലാവുന്നത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുന്ന സ്ക്രഞ്ചീസാണ്. അപ്പോൾ ഈ ഒരു സാറ്റിൻ സ്ക്രഞ്ചീസൊക്കെ യൂസ് ചെയ്യുമ്പോൾ മുടി അങ്ങനെ ഡാമേജ് ആവുന്നില്ല കേട്ടോ. ഈ സാധാരണ ബണ്ണൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് അത് അഴിച്ചെടുക്കുന്ന സമയത്ത് ആ ബണ്ണിൻ്റെ ഒപ്പം കുറേ മുടിയും പൊട്ടിയും കൊഴിഞ്ഞൊക്കെ പോരാറുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ രാത്രി കിടക്കുന്ന സമയത്ത് ഇതേപോലെ സ്ക്രഞ്ചീസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ അത് അഴിച്ചെടുക്കാനും എളുപ്പമായിരിക്കും. പിന്നെ അവർക്ക് അഴിച്ചെടുക്കുന്ന സമയത്ത് തലവേദന ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മുടി എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോരൊന്നുമില്ല മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. നമ്മളുടെ അടുത്ത വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.